ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ്. പലർക്കും ജ്യോതികൃഷ്ണയുടെ പേരറിയില്ല. ആ പടം ഇപ്പോൾ വരികയാണെങ്കിൽ നായിക തേപ്പുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പം ദിലീപേട്ടനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദുൽഖറിന്റെ പേര് പറയുമ്പോഴാണ് ഓ മൈ ഗോഡ് യു ആക്ടഡ് വിത്ത് DQ എന്ന് പറയും. അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്കൊക്കെ പറയും എന്നൊരു വിലയില്ല, ഞാൻ ആരായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നോക്കുമ്പോൾ ദുൽഖർ വരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ, മമ്മൂക്ക എന്നെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായി. നായകൻ പറയുന്നുണ്ട് ഞാൻ ഛർദ്ദിച്ചത് കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു സീൻ വന്നപ്പം കയ്യടിയായിരുന്നു അവിടെ. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അമ്മ ആകെ എന്നിട്ട് അമ്മയുടെ മകളായിട്ടാണ് എന്നെ ആ സ്ക്രീനിൽ കാണുന്നത്. ജോസൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു സിനിമയായിരുന്നു സൂസു സുദീവാഗ്നിലം. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ആ സിനിമ എടുക്കാതിരുന്നതിൽ. കല്യാണാലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറായി. അമ്മ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, 25 വയസ്സായി, കല്യാണം കഴിക്കേണ്ട പ്രായമായി എന്നൊക്കെ പറഞ്ഞു. ജീവിതം പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും ജീവിതം എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ലേ. എന്തൊരു സൂട്, അടിപൊളി. മലയാളം പഠിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മലയാളിയാണ് അവൻ. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ ചോറ് കറികൾ അത് ഞാൻ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്. എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഞാൻ ഇടും. എത്ര ഡ്രസ്സ് എങ്ങനെ ഇട്ടാലും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ധാവണിയോ അല്ലെങ്കിൽ ഒരു സാരിയോ കൊടുത്തു വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ജ്യോതി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് ഇതാണ് ചേരുന്നത്. ജ്യോതി കൃഷ്ണയാണ് നമുക്കിപ്പോൾ. ഹായ് ജ്യോതി. ഹായ്. ഇപ്പോഴും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ആ റോസിനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടും ആ ക്യാരക്ടർ മനസ്സിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഐഡന്റിറ്റി അല്ലേ, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ്. പലർക്കും ജ്യോതികൃഷ്ണയുടെ പേരറിയില്ല. അതെ, അറിയില്ല. അത് ഒരു വിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നൊന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നെ ആ ജോസൂട്ടിയിലെ റോസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ ഞാനിലെ ലക്ഷ്മിക്കുട്ടിയെ ഞാൻ ഓർത്തെടുക്കുമ്പോൾ ആ ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഭയങ്കര രസമുള്ള, ഞാൻ ഭയങ്കര വേറൊരു തരത്തിലുള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നല്ലോ, അതിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ക്യാരക്ടർ അന്ധയായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ. ഞാൻ ഏറ്റവും അധികം സുന്ദരിയായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഞാൻ തന്നെയായിരുന്നു. അതിനകത്ത് മേക്കപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണിലെ ലെൻസ് വന്നിട്ട് ചിക്കൻ പോക്സ് വന്നിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു തന്നെ. അപ്പം എങ്ങനെയാ അപ്പം അതിനെ പറയാ, ഗ്രേ കളറും അല്ല, ഒരു ഈ പാട കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരു ഇതില്ലേ, അങ്ങനത്തെ ലെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭംഗിയില്ല ആക്ച്വലി അത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ. ഞാൻ പതുക്കെ ചെന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിയേട്ടൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, രഞ്ജിയേട്ടാ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആണ്, ലെൻസ് ഇടാൻ പറ്റുന്നില്ല. ആണല്ലേ, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചീറ്റി, ഇനി എന്ത് പറയാനാ പറയില്ലേ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ തിരിച്ചു വന്ന് രഞ്ജിയേട്ടനായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേയൊക്കെ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഈ ക്യാരക്ടറിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം 2 ലെൻസും, പിന്നെ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റത്തില്ല, വാക്സ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പഴയ കേരള പെൺകുട്ടി, നാടൻ പെൺകുട്ടി എന്നുള്ള, മലയാളി പെൺകുട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പക്ഷെ സ്ക്രീനിൽ വന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിന് ഇത്രയും ഭംഗിയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. മേക്കപ്പ് വളരെ കുറവാണ്, ഒന്നുമില്ല ആക്ച്വലി. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഓ കൊള്ളാം, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ബോഡിയും ശരിക്കും ഒരു ബബ്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ അത്തരം ഡ്രസ്സൊക്കെ ഭയങ്കര രസമായിട്ട് യോജിച്ചത്. ഇല്ല, എപ്പോഴും എന്ത് തരത്തിലുള്ള, ഞാനിപ്പോൾ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഇടുന്ന ആളാണ്. ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്, എന്ത് തരത്തിലുള്ള ഡ്രസ്സും ഞാൻ ഇടും. പക്ഷെ എത്ര ഡ്രസ്സ് എങ്ങനെ ഇട്ടാലും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ധാവണിയോ അല്ലെങ്കിൽ ഒരു സാരിയോ കൊടുത്തു വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ജ്യോതി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, നിനക്ക് ഇതാണ് ചേരുന്നത്, ഇതാണ് നീ എന്ന് പറഞ്ഞിട്ട് പറയും. അതെനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ആ ഒരു ഡ്രസ്സിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അറിയായിരുന്നു ഇങ്ങനത്തെ ആണ് എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ബ്ലൗസും മുണ്ടും ഒക്കെയാണ് ഇടുന്നത് എന്നുള്ളത്. പക്ഷെ എന്നാലും അതെല്ലാം ചേരുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അതിന്റെ ഒരു റിസൾട്ടും കൂടെയാണ് അതിൽ അത്രയും ഭംഗിയായിട്ട് വന്നത്. ദുൽഖറിന്റെ നായികയായിട്ട് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു രഞ്ജിത്തിന്റെ അത്തരം ഒരു ക്രാഫ്റ്റുള്ള അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ചിത്രീകരിച്ചൊരു പടത്തിന്റെ ഭാഗമായിട്ട്
എല്ലാ കാലഘട്ടത്തിലും ആ വിഷ്വൽ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഓർക്കും. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോ രഞ്ജേട്ടന്റെ സിനിമ അന്ന് ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് നിൽക്കുന്ന ടൈം, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂവിയാണ്. അപ്പൊ ദുൽഖറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. അപ്പൊ ദുൽഖറിന്റെ കൂടെയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ദുൽഖറിന്റെ ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. ഞാനിപ്പോൾ ദുബായിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളത് നോർത്ത് ഇന്ത്യൻസും കുറേ മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണല്ലോ. അപ്പം അതൊന്നും ഞാൻ പറയില്ല, ഞാൻ ആക്ട്രസ് ആണെന്ന് പറയില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ സാധനം സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ട് കാണുമ്പോൾ വെരിഫൈഡ് അറിയാൻ പറ്റും. അപ്പം ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ പറയും. അപ്പം ചോദിക്കും ആരുടെയൊക്കെ പടങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന്. ദുൽഖറിൻ്റെ പേര് പറയുമ്പോഴാണ് oh my god you acted with DQ എന്ന് പറയും. അപ്പം അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഇപ്പം ഞാൻ തന്നെ പറയും, ഞാൻ ദുൽഖറിനോട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയില്ലേ. അത് ഇപ്പൊ എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് പറയില്ലേ. പക്ഷെ അതൊരു എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ കൂടെ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ദുൽഖറാണ്. അപ്പം ആ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ചെറുതൊന്നല്ല. ഞാനിപ്പോ റീസെന്റ് സുരേഷ് ചേട്ടന്റെ മോളുടെ റിസപ്ഷന് പോയപ്പോൾ ദുൽഖർ എല്ലാവരും ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് എനിക്ക് എന്താ പറയാ ദുൽഖറൊക്കെ ഒത്തിരി വലിയ ആളായൊരു ഫീലാണ് എനിക്ക്. ഒരു എന്തോ ഒരു ഇത്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്കൊക്കെ പറയും എന്നൊരു വിലയില്ല, ഞാൻ ആരായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നോക്കുമ്പോൾ ദുൽഖർ വരുന്നു. പറയണോ ഹലോ പറയണോ മനസ്സിലായില്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ. ഞാൻ അന്നാലും ചെന്നിട്ട് ഞാൻ ഹായ് എന്ന് പറഞ്ഞു. പുള്ളി എന്നെ കണ്ടൊഴുകി ഹേ ഹായ് ഹൗ യു ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹഗ് ചെയ്തു. ഐ വാസ് ലൈക്ക് എനിക്ക് കരച്ചിലാ വന്നത് പെട്ടെന്ന്. എന്താ പറയാ ആ ഒരു സിംപ്ലിസിറ്റി പറയുന്ന വ്യക്തിയുടെ അതന്നെയാണ് അയാളുടെ അത്രയും വലിയൊരു ഉയർച്ചയ്ക്ക് വലിയൊരു കാര്യം. അപ്പം നമ്മൾ നന്നായിട്ടിരിക്കുന്നു. അപ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പം പിന്നെ ബൗൺസേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇറ്റ്സ് ഓക്കെ വിൽ സീ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയില്ലേ. അപ്പൊ അതെല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ബോംബെ മാർച്ച് 12 വരുന്നത്. അതൊരു ഭാഗ്യല്ലേ സ്റ്റാർ പടത്തിൽ പിച്ച് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. ഭയങ്കര ഇതാണ് അത്. ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഒരു സീൻ എനിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ ഞാൻ ഉണ്ട് ഈ മൂവിയിലത്. പിന്നെ എന്നെ അതിനകത്ത് തപ്പണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആ സീനിലുണ്ടായിരുന്നു ഈ സീനിലുണ്ടായിരുന്നു അങ്ങനെ പറയാനുള്ളൂ ആക്ച്വലി. അപ്പൊ അതുകൊണ്ടാണ് എവിടെയും. പക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ. പിന്നെ അത് മാത്രമല്ല മമ്മൂക്ക ആ സിനിമയിലുള്ള ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു. ആ സിനിമയിൽ ഒരുപാട് പുതിയ ആളുകളുണ്ടായിരുന്നു. പൊണ്ണി മുകുന്ദൻ അടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക എന്നെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1-2 സിനിമ കഴിഞ്ഞപ്പം എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയായിട്ട് പേഴ്സണലി സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത്. അതിനകത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഞാൻ പറയാം. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ക്ലൈമാക്സ് തന്നെയാണത്. ആ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് അയാൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചിറങ്ങിയിട്ട് നിങ്ങൾ കരയാതെ പറയുന്ന ആ പറച്ചിൽ തുടങ്ങുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇമോഷൻസ് നിങ്ങൾ കരഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കരയുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സീനാണ്. അപ്പം നിങ്ങളതിനെ ഉള്ളിൽ വെക്കാൻ ശ്രമിച്ച് ഡയലോഗ് പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത് നമ്മൾ പ്രൗഡായിട്ട് കണ്ടിരിക്കില്ലേ. ആ സ്പേസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ത്രൂ ഔട്ട് എനിക്ക് അത് അങ്ങനെ ആയിരുന്നില്ല ഫീൽ ചെയ്തത്. പക്ഷെ അവിടെയാണ് പിന്നെ ക്യാരക്ടറിനും അവിടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു ഡയമെൻഷൻ കിട്ടുന്നത്. ഒരുപക്ഷെ ഇന്ന് ആ സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും. അന്ന് ചിലപ്പോൾ നായകന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ ആ പടം ഇപ്പോൾ വരികയാണെങ്കിൽ നായിക തേപ്പുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു. ഈ തേപ്പുകാരിയാവുന്നതിൽ ഒരു സുഖമുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു സംഗതിയും ഉണ്ടല്ലേ നാട്ടുകാർക്കിടയിൽ. അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ദിലീപേട്ടനെ എല്ലാവർക്കും ദിലീപേട്ടന് ഇപ്പോൾ 2 കാലഘട്ടം ഉണ്ട് ആക്ച്വലി. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പം ദിലീപേട്ടനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും ഇല്ലാന്നല്ല ഞാൻ പറയണ കേട്ടോ. ഞാൻ ഇപ്പം ക്രൗഡ് മാറി ഒത്തിരി, അതാ പറഞ്ഞത്, ഇപ്പോഴത്തെ ക്രൗഡ് മാറി, വ്യൂവേഴ്സ് മാറി, അവരുടെ ചിന്താഗതികൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ആ തിയേറ്ററിൽ കയ്യടി വന്നൊരു സീനുണ്ടായിരുന്നു. ഈ സീനിന്റെ നായകൻ പറയുന്നുണ്ട്, ഞാൻ ഛർദിച്ചത് കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു സീൻ വന്നപ്പം കയ്യടിയായിരുന്നു അവിടെ. അതിന്റെ അർത്ഥം ആ നായകനെ അവർ സപ്പോർട്ട് ചെയ്യാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന ക്യാരക്ടറിനെ അവർ ചിന്തിക്കുന്ന പോലുമില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അമ്മ ആകെ ദശോ എന്നുണ്ട്. അമ്മയുടെ മകളായിട്ടാണ് എന്നെ ആ സ്ക്രീനിൽ കാണുന്നത്, ക്യാരക്ടറായിട്ടല്ല. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണത്. അത് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലായിരുന്നു. തണുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ തിങ്ങിങ്ങനെ വിറയ്ക്കുവാണ് നിന്നിട്ട്. അതിൻ്റെ ഇടയിൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കാറ്റടിച്ചുകൊണ്ടിരിക്കുമോ ഭയങ്കരമായിട്ട്. 2-3 പ്രാവശ്യം അത് റീടേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഈ സീനൊന്ന് തീർന്നാൽ മതി എന്നായി. പക്ഷേ എൻ്റെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ടു, അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റി. അത് ഒരു ഡയറക്ടർ തരുന്ന ഫ്രീഡം ആയിരുന്നു കേട്ടോ. ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സീനിൽ പോലും നമ്മളുടെ അടുത്ത് വന്നിട്ട് അതല്ല തെറ്റിപ്പോയി, അങ്ങനെ ഒരു സാധനമില്ല, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ എന്ന് പറയും. പക്ഷേ ഈ സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ കാണിച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഓക്കെ ശരിയായിട്ടുണ്ടെന്ന്. പക്ഷെ അത് വന്ന് റിലീസായി ആ സീൻ കണ്ടിട്ട് 1-2 പേര് പറഞ്ഞു. അതിൽ ഏറ്റവും ഞാൻ ഇപ്പോഴും ഓർത്തു വയ്ക്കുന്നത് രഞ്ജിത്ത് ശങ്കർ, ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യോതിയുടെ ആ സീൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഒരു നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സിനിമ ദൃശ്യം കഴിഞ്ഞ് വന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു ദൃശ്യം വെച്ച് ആ ഒരു ഇത്. അതുകൊണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും ആളുകൾ അറിയുന്നത് എൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് തന്നെയായിട്ടാണ്. അതാണ് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നത് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്ന അത്തരത്തിൽ ഡെപ്ത് ഉള്ളതാണ്. ഇപ്പോൾ ബിജു മേനോൻ പോലും ഡാർക്ക് ഷെയ്ഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ, മമ്മൂക്ക ഇപ്പുറത്ത് വന്നിട്ട് അതിനേക്കാളും വലിയ ഡാർക്കായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചൂസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ആ ക്യാരക്ടറിനെ ചൂസ് ചെയ്തതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നതോ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിനകത്തൊരു ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് വരേണ്ട ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഈ ക്യാരക്ടറിന്റെ മാത്രമല്ല, ജോസൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും ഒരുപാട് പേരുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പോഴും എനിക്ക് ജോസൂട്ടിയുടെ ഒരു പോസ്റ്റർ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇടുവാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് എനിക്ക് മെസ്സേജ് വരാമെന്ന് അറിയോ, ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോസൂട്ടിയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യുമല്ലോ, എനിക്ക് ടാഗ് ചെയ്യുമ്പോൾ ഞാൻ ഈ കമന്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയണ ഒരു സിനിമയാണ്. കൂടുതൽ പേര് ഇപ്പോഴും ഈ ടി വിയിൽ വന്ന് വീണ്ടും കാണുന്നുണ്ട് ആ സിനിമ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ റിലീസായിരുന്നെങ്കിൽ കുറെ കൂടെ എന്താ പറയാ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ദിലീപ്, ദുൽഖർ സൽമാൻ, അത് കുഞ്ചാക്കോവൻ ഗോഡ് ഫോർ സെയിലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മലയാള സിനിമ അവസരങ്ങൾ നന്നായിട്ട് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിൽ നിങ്ങളാണ് ബ്രേക്ക് ചെയ്ത് പോയത്, അങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ ഗോഡ് ഫോർ സെയിലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? അങ്ങനെയല്ല ചേട്ടാ, ഇത് ഞാൻ സിനിമയിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു സിനിമ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് എൻ്റെ സിനിമയിലുണ്ടായിരുന്ന എൻ്റെ എന്താ പറയാ കോണ്ടാക്ട്സ് ഉള്ള ആളുകളുമായിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കും ഈ സിനിമ എങ്ങനെ ഉണ്ടാവും. പലർക്കും പല അഭിപ്രായങ്ങളല്ലേ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് ചൂസ് ചെയ്തിട്ടുള്ള പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നെങ്കിലും നല്ലത് ഉണ്ടാവണം ഈ സിനിമയിൽ. ഒന്നില്ലെങ്കിൽ ഒരു നല്ല ആക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു നല്ല ബാനറെങ്കിലും ഉണ്ടാവണം. ഇത് മൂന്നും ഇല്ലാതെ ഞാൻ പോയി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോപ്പുകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയുള്ളൂ. അങ്ങനെയാണ് പിന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഗോഡ് ഫോർ സെയിൽ ആണെങ്കിലും ഞാനാണെങ്കിലും 3-ാം നാൾ ഞായറാഴ്ച, സലീം ചേട്ടൻ്റെ കൂടെ, ഈ സിനിമകളൊക്കെ ഞാൻ ചൂസ് ചെയ്യണത് ബാനറും ഇതും എല്ലാം കണ്ടിട്ടാണ്. പക്ഷെ ഇതെല്ലാം ഓഫ് ബീറ്റ് മൂവീസായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവഞ്ച്വലി എന്താവാന്ന് പറയുക, സിനിമയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരേ ടൈപ്പ് ക്യാരക്ടർ ഒരു 3-4 ചെയ്താൽ പിന്നെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ വിളിക്കുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം
എന്നെ കാറ്റഗറൈസ് ചെയ്തു, ആ കുട്ടി അവാർഡ് പടങ്ങൾ മാത്രമേ അഭിനയിക്കുള്ളൂ, അങ്ങനത്തെ സിനിമകളിലേ അഭിനയിക്കുള്ളൂ, വിളിക്കണ്ട. പിന്നെന്താ, അത് ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പാ, ഒരു രാശിയില്ലാത്ത നായികയാണ്. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളല്ല, ചെയ്തിട്ടുള്ള ആകെ ഒരേ ഒരു സിനിമയുള്ളൂ ജോസൂട്ടി, അതിപ്പോഴും ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അപ്പം ഞാനായിട്ട് എടുത്ത ബ്രേക്ക് അല്ല. ജോസൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു സിനിമയായിരുന്നു സൂസു സുദീവാത്മികം. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ആ സിനിമ എടുക്കാതിരുന്നതിൽ. അതിൻ്റെ കാരണം ശിവത ചെയ്തതല്ല, മറ്റേ ക്യാരക്ടറായിരുന്നു എനിക്ക് വന്നത്. അപ്പം ആ സിനിമയിലും വീണ്ടും ഈ നെഗറ്റീവ് ഷെയ്ഡാണ്. ആ കുട്ടിയും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇയാളെ വേണ്ടാന്ന് വെച്ചിട്ട് പോണാണല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, വേണ്ട, വീണ്ടും തേപ്പ്, രണ്ടാമതും തേപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ എനിക്ക് വന്നൊരു സിനിമയായിരുന്നു സോൾട്ട് മാംഗോ ട്രീ. അത് ഞാൻ, പക്ഷെ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന മാതിരി സിനിമയൊന്നും കാര്യമായിട്ട് വരാതായപ്പം തിരിച്ച് ദുബായി പോവുകയും ക്ലബ് എഫ് ജോയിൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. ഇങ്ങനെ ഈ 2 സിനിമ മിസ്സായോട് കൂടിയിട്ട് പിന്നെ സിനിമയിൽ തന്നെ വിളിയേ വരാതായി, ആരും വിളിക്കുന്നില്ല. അപ്പം ഞാനായിട്ടെടുത്ത ബ്രേക്ക് അല്ല, അങ്ങനെ സിനിമ വരുന്നില്ല. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി അന്വേഷിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കല്യാണാലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറായി. അമ്മ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, 25 വയസ്സായി, കല്യാണം കഴിക്കേണ്ട പ്രായമായി എന്നൊക്കെ പറഞ്ഞു. ഇന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 25 വയസ്സ് ഒന്നും അല്ലായിരുന്നു, അന്ന് കല്യാണം കഴിക്കേണ്ട പ്രായം എന്ന് പറഞ്ഞിട്ട് പ്രഷർ വന്നു. ഞാൻ പിന്നെ യെസ് അങ്ങനെ പോയി കല്യാണം കഴിച്ചു. ഒരു എന്റർടൈൻമെന്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ജീവിതം. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും ജീവിതം എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. എന്റെ ദൈവം, ഉത്തരവാദിത്വം എന്ന് പറയില്ലേ, കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും ജോലി കുറവായിരുന്നു സിനിമയിലല്ലേ. സിനിമയില് നമ്മള് രാവിലെ സെറ്റിലേക്ക് ചെല്ലുന്നു, ചായ വരുന്നു, ചോറ് വരുന്നു, പണി കുറച്ച് പണിയുള്ളൂ, ചെല്ലുക, ഡയലോഗ് പറയാ, തിരിച്ചു വന്നിരിക്കുക, രാത്രിയാകുമ്പോൾ വീണ്ടും ഫുഡ് അടിക്കുക. വളരെ സുഖമായിരുന്നു പറയില്ലേ. തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പണിയെടുക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഇത്രയും പണിയോ എന്ന് പറയില്ലേ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ, അതും പറയണം. ഫാമിലി ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പണി ചെയ്തതൊക്കെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ ആണ്. പക്ഷെ അടിപൊളി ഹസ്ബൻഡാ, നല്ല കട്ടക്ക് നിൽക്കുന്ന ഹസ്ബൻഡാ. എന്ത് ഗുരുത്തൊക്കെയായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാലും പോവാന്ന് പറയും. അങ്ങനത്തെ ഒരാളിനെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെച്ചത് കൊണ്ടാണോ സിനിമയിൽ നിന്ന് നിൽക്കേണ്ടി വന്നത്, അതേ സിനിമ നിന്നപ്പോൾ കല്യാണം കഴിച്ച് അങ്ങനെ മാറിയതാണോ ഷിഫ്റ്റിംഗ്? സിനിമ ഇല്ലാതാവുന്നത് തന്നെയാണ്. സിനിമ ഞാൻ ലാസ്റ്റ് ചെയ്തത് ആമി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിലും ഈ പറയുന്ന മാതിരി എന്താ പറയാ, കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തത് തന്നെ അത് വിദ്യാബാലനായിരുന്നു ആ സിനിമയിൽ ആദ്യം. അപ്പം വിദ്യാബാലന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്കറിയില്ല എന്ന് ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തു. പിന്നീട് അതിനകത്ത് മഞ്ജു ചേച്ചിയായിട്ട് വന്നത്. മഞ്ജു ചേച്ചി ആയപ്പോഴും ഞാൻ ഹാപ്പിയാണ്, കാരണം അവരുടെ കൂടെ ആണെങ്കിൽ ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. പക്ഷേ ആ സിനിമ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നൊരു ഇതായതുകൊണ്ട് എല്ലാവർക്കും കുറച്ചേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷെ നമുക്കത് പറയാനുള്ളൊരു വോയിസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടേക്കോ അവിടെ ഇവിടെ ഒരു സീനേ ഉള്ളൂ, പാട്ടിൽ അവിടെ ഇവിടേക്കൊക്കെ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ സിനിമയില്ല, സിനിമ വരുന്നില്ല, സിനിമ മാറുന്നു, സിനിമ പുതിയ ആൾക്കാരുടെ പുറകെ പോകുന്നു. പിന്നെ കുറച്ച് വർഷം നമ്മൾ ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെമ്യൂണറേഷൻ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാരാണ് കൂടുതൽ നല്ലത് എല്ലാ രീതിയിലും. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞപ്പം എന്തിനാണ് ഈ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സൂര്യ ടി വിയിൽ ആങ്കറിങ്ങിന് പോയി. അതിനു മുമ്പ് ഞാൻ കുറച്ച് നാൾ ക്ലബ് എഫ് ജോലി ചെയ്തു ദുബായിൽ. അങ്ങനെയൊക്കെ വന്ന് സിനിമയുടെ ഒരു ഇതിൽ നിലനിൽപ്പ് വരുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ ഫാമിലി ആവാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ്. ഇപ്പൊ ജോലി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി മോനായി കഴിഞ്ഞപ്പം അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കൊരു മെയ്ഡിനെ വെച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടി എൻ്റെ റെസ്പോൺസിബിലിറ്റി, മെയ്ഡ് വളർത്തി ആ ഒരു ഇതിലേക്ക് പോണ്ട എന്നുള്ളൊരു ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് 3 മാസം മുതൽ, അവൻ്റെ 3 മാസം ഉള്ളപ്പോൾ തുടങ്ങി ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവൻ്റെ ഞാൻ ചെയ്ത്. അതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക പ്രൗഡ് മോമാണ്. വളർത്തി കൊണ്ടുവന്നു. അപ്പം ഇപ്പോൾ ഇയർ 1 ആവുകയാണ് ഈ വർഷം. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയായി, അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി, അവൻ്റെ എൻ്റെ ആവശ്യങ്ങൾ ഇപ്പം അവന് പറയാനറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്തുകൊണ്ട് സിനിമ ചെയ്തുകൂടാ, തിരിച്ച് ചെന്നുകൂടാ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ചെയ്തോ, നല്ലതിന് വരുവാണെങ്കിൽ ചെയ്യും, വെറുതെ പേരിന് പോയിട്ട് അവിടെ എവിടെയും ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല സിനിമ വരാണെങ്കിൽ ചെയ്യണം. അപ്പോൾ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ നിൽക്കുന്നുണ്ടോ? കഥയൊക്കെ കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ?
ഞാൻ കേട്ടിരുന്നു ചേട്ടാ, ഞാൻ 1-2 സിനിമയൊക്കെ കേട്ടിരുന്നു. ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഷൂട്ടൊക്കെ തുടങ്ങാനായിട്ട് എല്ലാം സെറ്റ് ആയതൊക്കെയായിരുന്നു. അതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഹിമാചൽ പ്രദേശായിരുന്നു. അപ്പോഴാണ് അവിടെ ഫ്ലഡ് വന്ന് ഫുള്ള് പ്രശ്നമായി ഷൂട്ടിങ്ങിന്റെ പെർമിഷന്. പിന്നെ ഒരു സിനിമ നടക്കാതെ വന്നാൽ പിന്നെ അത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ പ്രൊജക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ പറഞ്ഞു നമുക്ക് പിന്നെ നോക്കാം. അവരിപ്പോൾ വേറെ സബ്ജക്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാനുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. സിനിമയാണ്, നടക്കുമ്പോഴേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പും 1-2 സിനിമയുടെ കഥയൊക്കെ കേട്ടു. ഒരു നല്ല സ്ക്രിപ്റ്റ് ഞാൻ കേട്ടു, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പം അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അരുണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് നല്ല സിനിമയാണ്, പക്ഷെ ഇത് ഞാൻ ചെയ്യേണ്ട സിനിമയല്ല, നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതെ എന്നെ വെച്ച് ഇവർ ഈ സിനിമ ചെയ്തിട്ട് എവിടെ ചെന്ന് ബിസിനസ് ഉണ്ടാക്കാനോ എനിക്കറിയില്ല അത്. അപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യില്ല, വെറുതെയാണ് ഇത്രയും കാശ് മുടക്കി. എനിക്ക് തന്നെ പിന്നെ അത് ഭയങ്കര വിഷമാവും, ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സിനിമ വന്നിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നല്ല സിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പോലൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴും അത് കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ലൈഫ് ഓഫ് ജോസൂട്ടി അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ അല്ലാതിരിക്കുമ്പോഴും അത് കമേഴ്സ്യലൈസ് ചെയ്യാൻ ഒരു പരിധിവരെയെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിനൊരു അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. ആ സിനിമയുടെ മൂഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. ഇപ്പോൾ സിനിമ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതായാലും ബിസിനസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പം ആടുജീവിതമാണെങ്കിലും ശരി, അത് മഞ്ഞമേൽ ബോയ്സ് ആണെങ്കിലും ആവേശമാണെങ്കിലും എല്ലാം ബിസിനസ് മോഡിൽ വർക്ക് ചെയ്താൽ നല്ലതാണ്, നല്ല സിനിമയാണെന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം തലയിലിരിക്കുന്ന പ്രോസസ്സ് അനുസരിച്ച് എന്താണ് ശരിക്കും ഈ ക്യാരക്ടേഴ്സ് എവിടെ എങ്ങനെയാണ് നോക്കുക? ബാനർ നോക്കുമോ അതെ കഥ നോക്കുമോ? ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് സീരിയസ്ലി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഷിനിയാസ് എന്ന് പറഞ്ഞിട്ട്, ഷിനിയാസ് വന്നിട്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷിനിയാസിൻ്റെ ഓരോ സ്റ്റാറ്റസും ഞാൻ കാണുമ്പോഴും ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ഫണ്ടൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു ലേഡി ക്യാരക്ടർ പോലും ഇതിനകത്ത് കാണുന്നില്ല. എല്ലാം ഈ പറയുന്ന സൂപ്പർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളല്ല, ചെറിയ ആർട്ടിസ്റ്റുകളാണ്. ഇവരെ വെച്ചുകൊണ്ട് ഈ സിനിമ എങ്ങനെ ഓടും? ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സാധനം അതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്തത് ഇത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സിനിമ ഞെട്ടിച്ച മാതിരി. അപ്പം എനിക്കറിയുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ ചൂസ് ചെയ്യേണ്ടത്? പുതിയ ആൾക്കാർ, പണ്ടൊക്കെ പുതിയ ഡയറക്ടർ വരുമ്പോൾ അയാൾ പ്രൂവ് ചെയ്യണം, എന്നിട്ട് അയാൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുള്ളൂ. ഇപ്പം പുതിയ ആൾക്കാരാണ് വന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ വന്ന് ഇനിയിപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്യാരക്ടറാണെങ്കിൽ ഞാൻ എടുക്കും. എങ്ങനെയാ മാറണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല കഴിവുള്ള ആൾക്കാരല്ലേ വരുന്നത്. സിനിമയുടെ മേക്കിംഗ് തന്നെ മാറിയില്ലേ? ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ എന്തുവാ അത്? പഴയ ആളുകൾക്കൊന്നും ഇപ്പം ആക്ച്വലി സിനിമകളില്ല, അല്ലെങ്കിൽ അവരെടുക്കുന്ന സിനിമ ആ പാറ്റേൺ വിട്ട് വരാത്തതുകൊണ്ട് കുറേയൊക്കെ ഫ്ലോപ്പ് ആവുന്നു. അപ്പം സിനിമ ചൂസ് ചെയ്യാനായിട്ട് ഒരാളുടെ ഹെൽപ്പൊക്കെ വെക്കണം. പുതിയ ന്യൂ ജനറേഷനിലുള്ള ഒരാളുടെ ഹെൽപ്പൊക്കെ ചോദിച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ സിനിമ എടുക്കണമെങ്കിൽ. അത് വേണ്ടി വരും.